ആളുകൾ ചിക്കൻ കറി തയ്യാറാക്കി കഴിഞ്ഞാൽ അത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അതിനകത്ത് എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ട്രിക്കും ഉണ്ട്. അതെന്താണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 2 കിലോ ചിക്കൻ നല്ല വൃത്തിയായിട്ട് കൈയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ നല്ല വലുപ്പമുള്ള 3 സവാള സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് വഴറ്റി വറുത്തെടുക്കണം. വഴറ്റിയെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണിക്കൊക്കെ വറുത്തെടുക്കത്തില്ല, ആ ഒരു പരുവത്തിൽ വേണം വറക്കാനായിട്ട്. വറക്കുന്നതായിട്ടുള്ള സമയത്ത് ഉപ്പൊന്നും ഇട്ടിട്ട് വറക്കാനായിട്ട് നിൽക്കരുത്, ആ തനതായ ടേസ്റ്റ് അങ്ങ് മാറും. വറക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുത്. പറഞ്ഞുകൊണ്ടൊന്നും സമയം കളയാനായിട്ടില്ല, ഇതാ നല്ലതുപോലെ വറുത്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതാണ് പരുവം. ഇനി നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ചിക്കന്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൗഡറും 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 2 തണ്ട് കറിവേപ്പിലയും ഇത് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തതും 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇട്ട് അങ്ങോട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി തിരുമ്മി പിടിപ്പിച്ച് അങ്ങോട്ട് എടുക്കണം. ആ മസാലപ്പൊടി സവാളയും ഒക്കെ ആ ചിക്കനിൽ അങ്ങോട്ട് പിടിച്ചതായി ഇതുപോലെ കെട്ടിക്കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് അതേപോലെ അങ്ങോട്ട് വെക്കാം. ഇനി ഉണ്ടല്ലോ നേരത്തെ സവാള നമ്മൾ വറുത്തെടുത്ത ആ എണ്ണയിലേക്ക് ഇത് മുഴുവനായിട്ട് ഇട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇതിനകത്ത് ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടില്ല. ആ ഒരു മസാല തയ്യാറാക്കിയിട്ടുള്ള ബൗളുണ്ടല്ലോ അതിനകത്ത് ഒരു അല്പം വെള്ളം മാത്രമേ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് സാധാരണ ചിക്കൻ വേവിച്ചെടുക്കുന്നത് എങ്ങനെയാണോ ആ പരുവത്തിൽ അങ്ങോട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇനി ഈ ഗ്രേവി നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. ആ ഗ്രേവി ഇങ്ങനെ നല്ലതുപോലെ വറ്റി വരുമ്പോഴത്തേക്കിനും ആ ചിക്കൻ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി അതിന്റെ മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. ആ ഒരു ആയിട്ടുള്ള ഫ്ലേവർ കിട്ടാനാണ് ഇതുപോലെ അവസാനം നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ കറി ഇതാണ്ട് റെഡി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഇങ്ങനെ അങ്ങോട്ട് കോരി എടുക്കുമ്പോഴല്ലോ ആ ഗ്രേവി താഴെ പോകരുത്, അതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇത് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഇതിന്റെ ടേസ്റ്റ് നമുക്ക് ഊഹിക്കാൻ പറ്റും. അത്ര കിടിലായിട്ടുള്ള ചിക്കൻ കറിയാണ്. സാധാരണ വെക്കുന്നതിൽ നിന്നും നമ്മൾ ആ ഒരു സവാള വറുത്തിട്ട് ഇതേ രീതിയിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ കിടിലൻ ടേസ്റ്റ് ആയിരിക്കും. നല്ല കുത്തരി ചോറിന്റെ സൈഡിലോട്ട് ഇതാ കുറച്ച് ചിക്കൻ പീസും പിന്നെ ആ ഒരു ഗ്രേവി അതെടുത്ത് പറയേണ്ട കാര്യമാണ്. മുകളിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കും. എനിക്കിതങ്ങോട്ട് ഇളക്കിയെടുത്ത് കഴിക്കുമ്പോണ്ടല്ലോ എന്റെ പൊന്നോ ഒന്നും പറയാനില്ല, സൂപ്പർ ചിക്കൻ കറിയാണ്. അപ്പൊ അടുത്ത തവണ ചിക്കൻ മേടിക്കുന്ന സമയത്ത് ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഓരോ വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി വീഡിയോസുകൾ നമ്മൾ തേടിപ്പിടിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസുകളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ഇടാൻ മറക്കരുത്. ഉറപ്പായിട്ടും അതിനുള്ള മറുപടി തരും. നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. നല്ലൊരു കിട്ടിക്കാച്ച് വീഡിയോസ് വേണം. നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം. നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി, നൗ സൈനിങ് ഔട്ട്. താങ്ക് യു.